അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തജ്വീദിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി യോജിച്ചവ ചേർക്കാം. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് യോജിച്ചവ ചേർത്ത് എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് ഡാഷ് ഇമാലത്ത്. രണ്ടാമത്തെ ചോദ്യം, കനപ്പിക്കുക. ഇതിൻ്റെ ഉത്തരം തഫ്ഹീം. മൂന്നാമത്തെ ചോദ്യം, നേർപ്പിക്കുക. ഇതിൻ്റെ ഉത്തരം തർക്കീക്ക്. നാലാമത്തെ ചോദ്യം, എല്ലാ സമയത്തും തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഡാഷ്. ഇതിൻ്റെ ഉത്തരം ഇസ്തിലാഇൻ്റെ ഹർഫുകൾ. അഞ്ചാമത്തെ ചോദ്യം, നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം ഡാഷ് കുറ്റകരമാണ്. ആറാമത്തെ ചോദ്യം, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാവ് വന്നാൽ മീമിനെ ഡാഷ് മറച്ചു മണിച്ച് ഉച്ചരിക്കണം. രണ്ടാമതായി വേർതിരിക്കാം. സാക്കിനായ മീമിൻ്റെ ഉദാഹരണങ്ങൾ. ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് വേർതിരിച്ചെഴുതണം. ഒന്നാമതായി ഇൽഹാർ. ഇതിനോട് യോജിച്ചത് വകുന്തും അസ്വാജിൻ സലാസ വല്ലദീനഹും അനിൽ ലൗവി മുഅ്രിളൂൻ എന്നതാണ്. രണ്ടാമതായി ഇഖ്ഫാ. ഇതിനോട് യോജിച്ചത് വഹും ബിഹി മുസ്തംസിക്കൂൻ. അടുത്തതായി വഹും യഅ്തസിമു ബില്ലാഹ് എന്നതുമാണ്. മൂന്നാമതായി ഇദ്ഗാം. ഇതിനോട് യോജിച്ചത് ഹലക്കക്കും മിൻ നഫ്സിൻ വാഹിദ എന്നതാണ്. മൂന്നാമതായി വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, ലാമുൽ ജലാല. ഇതിൻ്റെ ഉത്തരം അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിനെ ലാമുൽ ജലാല എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം, തഫ്ഹീം. ഇതിൻ്റെ ഉത്തരം വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, മദ് അസ്ലി. ഇതിൻ്റെ ഉത്തരം മദ്ദിയായ അക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ നീട്ടലിന്. നാലാമത്തെ ചോദ്യം, മദ് ഫർഈ. ഇതിൻ്റെ ഉത്തരം മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടണം. അതിന് മദ് ഫർഈ എന്ന് പറയും. നാലാമതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ലാമുൽ ജലാല സാധാരണ ലാം പോലെ ഉച്ചരിക്കുന്നത് എപ്പോൾ? ഇതിൻ്റെ ഉത്തരം ലാമിന് മുമ്പുള്ള ഹർക്കത്ത് കസറാണെങ്കിൽ. രണ്ടാമത്തെ ചോദ്യം, കമരിയായ അക്ഷരത്തിന് മുമ്പ് വന്ന അൽ എന്നതിൽ ലാമിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉത്തരം ലാമിനെ വ്യക്തമായി ഉച്ചരിക്കണം. മൂന്നാമത്തെ ചോദ്യം, വാഉം യാഉം ലീനിൻ്റെ ഹർഫാകുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ ഉത്തരം വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ ആണെങ്കിൽ. നാലാമത്തെ ചോദ്യം, ലാസിം ഹർഫി മുഹഫഫ് എന്നാൽ എന്ത്? ഇതിൻ്റെ ഉത്തരം ഹിജായി ആയ ഹർഫിലാണ് സുക്കൂന് വന്നതെങ്കിൽ ആ മദ് ലാസിം ഹർഫി മുഹഫഫ് എന്ന് പറയും. അഞ്ചാമതായി 2 എണ്ണം വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, റാഇന് തർക്കീക്കാകുന്ന സ്ഥലങ്ങൾ. 1 റാഇൻ്റെ ഹർക്കത്ത് കസറാവുക. 2 സുക്കൂനുള്ള റാഇൻ്റെ മുമ്പ് സുക്കൂനായി യാ വരിക. രണ്ടാമത്തെ ചോദ്യം, റാഇന് തഫ്ഹീമാകാനുള്ള സ്ഥലങ്ങൾ. ഇതിൻ്റെ ഉത്തരം 1 റാഇൻ്റെ ഹർക്കത്ത് ഫതഹോ ലമ്മോ ആവുക. 2 റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിന് ഫതഹോ ലമ്മോ ആവുക. മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ പാരായണം ചെയ്യുന്നവന് പാലിക്കേണ്ട മര്യാദകൾ. 1 നല്ല വസ്ത്രം ധരിക്കൽ. 2 സുഗന്ധം ഉപയോഗിക്കൽ. ആറാമതായി പൂരിപ്പിക്കാം. ഒന്നാമത്തേത് തിബ് സുമ്മസിൽ റഹിമം തഊസ് സിഫ് ദാനിആം. രണ്ടാമതായി ദഅസുആ ലന്നി സുർ ഷരീഫം ലിൽ കറമി. രണ്ടാമത്തേത് എബി ഹജ്ജക വഹിഫ് അക്കീമ. ഏഴാമതായി റാഇന് തർക്കീക്കാകുന്നതിന് ഒരു ഉദാഹരണം എഴുതാം. മിൻ ശർരി മാ ഹലക് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നതാണ് ഒരു ഉദാഹരണം. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.